ഹായ്, ഞങ്ങൾ ഓണപ്പരിപാടി ഓണത്തിനും ഇങ്ങനെയാണ്. പിന്നെ യു കെയിൽ പിന്നെ തപ്പത്ത് ഹലോ, ഞങ്ങൾ എല്ലാവരും കൂടി ഓണപ്പരിപാടിക്ക് പോവാണ്. വി ആർ ഓൺ ദ വേ. ആൻഡ് അവിടെ ചെന്നിട്ട് ഫുഡ് കഴിക്കുക, കറങ്ങി നടക്കുക, പായസം കുടിക്കണം. ബേസിക്കലി ഇങ്ങനത്തെ ഓണപ്പരിപാടി വരുമ്പോഴാണ് ആക്ച്വലി ഓണം സെലിബ്രേഷൻസ് കൂടുതൽ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓണപ്പരിപാടിക്ക് പോവാം. സദ്യയൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ പരിപാടികളൊക്കെ ഡാൻസും പരിപാടികളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു. എക്സെപ്റ്റ് ഞാൻ ഓറഞ്ചും ബ്രെഡ്. അത് കാണിക്കാൻ പറ്റും. ഓണത്തെ പറ്റി എനിക്ക് ആക്ച്വലി നാട്ടിലധികം ഓണം സെലിബ്രേഷൻസ് ഓർമ്മയില്ല. എനിക്ക് ഫുള്ള് യു കെയിലുള്ള സെലിബ്രേഷൻസ് ഓർമ്മയില്ലാത്തത് അധികം ഓണം സെലിബ്രേഷൻ. എനിക്ക് നാട്ടില് മെയിൻ ആയിട്ട് സ്കൂളിൽ ഇങ്ങനെ ഈ ഓണക്കളികളൊക്കെ കൊണ്ടുവരത്തില്ലേ? ഞാനും അങ്ങനെയൊന്നും ഞങ്ങളുടെ സ്കൂളിൽ നമുക്ക് സ്കൂൾ അവധിയാണല്ലോ 10 days. അതിന് മുമ്പ് ഇല്ലില്ല, ഞങ്ങൾ ഐ കോണ്ട് റിമെമ്പർ ഇറ്റ്. പക്ഷെ ഞങ്ങളുടെ അവിടെ അടുത്തുള്ള അവര് കുറെ ഹിന്ദുസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരും. ലൈക്ക് അവിയിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വിളിക്കും ഓണം സെലിബ്രേഷൻസ്. അതാണ് കൂടുതൽ. വായി നോക്കി അതും കട്ട് ചെയ്യാം. ഓണത്തെ പറ്റി പറയൂ ജോൺ. രണ്ടു പറയൂ. അതാണ്, പക്ഷെ നിന്റെ മെമ്മറീസ് പറയാനാണ് ഉദ്ദേശിച്ചത് ഞാൻ. എനിക്ക് കൂടുതൽ മെമ്മറീസ്. ഞാൻ നാട്ടിലാണ് പൂക്കളും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത കാര്യം. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റോക്കിലേക്ക് മാറിക്കഴിഞ്ഞ് മനസ്സിൽ മാത്രം ഇതൊക്കെ ഞാൻ Can I just explain myself? എന്താ പറയാ, നമ്മള് പരിപാടിക്ക് പോയി തുടങ്ങി. പിന്നെ ഓക്കെ, ഓണത്തിന് വേണ്ടി നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുറെ സ്കൂളിൽ ഓണത്തിന് പരിപാടിക്ക് പോയായിരുന്നു. പിന്നെ ഫാമിലി ആയിട്ട് ഓണം അങ്ങനെ അധികം കൂടാറില്ല. കാരണം ഞങ്ങള് ദൂരെ താമസിക്കുന്ന കാരണം അധികം ഓണം ഞങ്ങള് വീട്ടിൽ ഞങ്ങൾ 3 പേര്. ചേട്ടൻ ഇവിടെയുണ്ട്, ഞാൻ, മമ്മി, പപ്പ. ഞങ്ങൾ അവിടെ അടുത്തുള്ള സ്ഥലത്ത് നിന്ന് പായസം വാങ്ങുന്നു, ഞങ്ങൾ സദ്യ ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, എൻജോയ് ചെയ്യുന്നു. പിന്നെ ബാക്കി സ്കൂള് കോളേജിലെത്തിയപ്പോൾ പിന്നെ കോളേജിൽ ഓണം. അതല്ലാണ്ട് വേറെ ഓണത്തിന് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങൾ സാധാരണ രീതിയിൽ സാധാരണ വീട്ടുകാർ ആഘോഷിക്കുന്ന പോലെ. എന്റെ വീട്ടില് ഊഞ്ഞാലുണ്ടായോണ്ട് രണ്ട് കയറും ഒരു മരകൃഷ്ണം മതി. അതിനാണ് റിച്ച് പീപ്പിൾ നിൽക്കുന്നത്. ഐ തിങ്ക് ഞങ്ങളുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലായിരുന്നപ്പോ ലൈക്ക് നമ്മുടെ ഓണപരിപാടീസ് ലൈക്ക് നമ്മുടെ അമ്മ വീട്ടിൽ പോവാ, അല്ലെങ്കിൽ തറവാട്ടിൽ പോവാ. പിന്നെ മേക്ക് സം കൈൻഡ് ഓഫ് പൂക്കളം. ബട്ട് അതർ ദാൻ ദാറ്റ് എന്റെ മോസ്റ്റ് ഓഫ് ദ ഓണം പരിപാടീസ് ഇവിടെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. ലൈക്ക് പൂക്കളോട് അല്ലെങ്കിൽ ഇല്ല. ഓണം കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഡിസ്കൗണ്ടിൽ വരുമ്പോ മേടിച്ചു തരും. എന്താ കാണണ്ടേ? ലോകത്തിന് കിട്ടാതെ പോയ വലിയൊരു ഫോർമുല 1 ഡ്രൈവറാണ്. ഓ മൈ ഗോഡ്, ലുക്ക് അറ്റ് ഹിം. ഞാൻ മറ്റേ കടയിലൊക്കെ പോയിട്ട് വണ്ടി ഇടയ്ക്ക് റബ്ബ് ചെയ്ത് സ്പീഡിൽ ഓടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് മറ്റേ ഫോർമുല 1 പുള്ളിക്കാരൻ ഫോർമുല 1 ഒന്നും വാങ്ങിക്കുന്ന വെച്ചാൽ ആള് കൊള്ളാണ്ടായപ്പോ പിന്നെ വിട്ടു. ചേച്ചിയൊന്നും കണ്ടിട്ടില്ലല്ലോ? ഞാനത് കണ്ടിട്ട് വേണം എഡിറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട്. നിന്നെ എല്ലാ വ്ളോഗിലും കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഫണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇടാൻ പറ്റുന്നില്ല. ബിക്കോസ് മറ്റുള്ളവർക്കത് ഫണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഇതാണ് പപ്പടമൊക്കെ അവന്റെ ബ്രോക്കൺ പപ്പടം. ജോൺ സോബയുടെ പപ്പടം അടിച്ചു പറ്റുന്നു.
മാർഷലിന്റെ പപ്പടം മാർഷൽ തിന്നു. ഹായ്. അത്രേ ഉള്ളൂ മാക്സാ. ഇവിടെ ആരുമില്ല. സ്ലോ ആണ്. ഞാൻ തിരിക്കാം. ഒറ്റ മണിക്ക്. ഓ ഇഷ്ടംപോലെ. ചോറ് വരുന്നുണ്ട്, ചോറ് വരുന്നുണ്ട്. അല്ല ഇപ്പൊ എടുക്കാം. ഈ സദ്യയിൽ എന്ത് കാണാണ്ടായാലും ഇവിടെ നോക്കിയാൽ കരഞ്ഞോണ്ടിരിക്കുക. രണ്ടാളും കഴിച്ചോളെ. കുഴപ്പമില്ല, നല്ല വിശപ്പുള്ളതുകൊണ്ട് നന്നായി തിന്നു. വെരി ഗുഡ്. ഞാനിപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കൂ, ആൻസൺ കൊടുക്കൂ. കുഴപ്പമില്ല കുഴപ്പമില്ല. പപ്പടം. എന്തോ ഒരു കൊമ്പ് മാത്രം ഇങ്ങനെ ഇവിടെ. കേരളം കേരളല്ല, ആണ്. മടുത്തു. കുറെ പരിപാടിയുണ്ട്. വെരി എൻജോയ്മെന്റ് ഉണ്ട്. പക്ഷേ ഐ ഫീൽ വെരി സ്ലീപ്പി. ഫുഡ് കഴിച്ചതിന്റെ കുഴപ്പം. പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ ബൈ. സാമ്പാറിലിട്ടല്ലോ. പച്ചടി. ഇത് മോര്. മോരാണത്? പരിപ്പ് അല്ല, സോറി, പരിപ്പ്. പരിപ്പ്. ഓക്കെ. ഇത് കാളൻ. ഓക്കെ. ഇത് തീയല്. ഇത് സാമ്പാർ. ഇത് പായസം. അത് പായസം ആദ്യം പറഞ്ഞു. സോ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഡാഡി. ഇവര് തിരക്കിലാണ്. ഞാൻ പോയി പൂക്കളോട് കേട്ടോ. Is that how you smile? The happy Onam. Orka para happy Onam. Happy Onam. അമ്മ മോള് മാച്ചിങ് ആണല്ലോ ഒന്ന്. ഇപ്പോഴാണ് ആലോചിച്ചത്. ഐ മീൻ ഹായ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. പിന്നെ പറയണേ ഹാപ്പി ഓണം. പറയാ ചാച്ചാ. ഓണം എന്ന് പറയുമ്പോ അത്ര സാഹിത്യാവണ്ട, പറഞ്ഞോളൂ. നോർമലായിട്ട് പറഞ്ഞാൽ മതി. ഓണം എന്ന് പറയുമ്പോ തിരുവോണം.
അത്തം തുടങ്ങി 10-ന് അത്തം തുടങ്ങി 10-ന് അത്തം 10-ന് പൊന്നോണം. അപ്പൊ ഇവിടെ വന്നാൽ ഓണം എന്ന് പറയാ കിട്ടുന്ന പച്ചക്കറിയൊക്കെ വെട്ടി എറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊത്തി കലക്കി തരാം. എന്നിട്ട് പറയാം അത് ഇതാന്നൊക്കെ പറയും. കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം, 2 അടിക്കുക, ഫോട്ടോ എടുക്കാം, പോവാ, സാപ്പാട് കഴിക്കാം, പിന്നെ ബേസിക്കലി ഒരു ഗെറ്റ് ടുഗദർ ചേരായിട്ടുള്ള ഒരു അവസരം. എന്തേ മമ്മ പറയൂ ഓണത്തെ പറ്റി? ഓണം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കുറച്ചടുത്ത് പ്രായമായാലും ആ ചെറുപ്പത്തിലെ സന്തോഷം ഇപ്പോഴും വരികയാണ്. അതുകൊണ്ടല്ലേ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. നീ ചെറുപ്പം വരുമ്പോ നീ കഴിഞ്ഞിട്ടുണ്ട് അച്ചാച്ചൻ വലുതായി പോയി പെട്ടെന്ന്. വരുമ്പോ ഓണം വന്നു എന്നായിരുന്നു. സാഹിത്യക്ക് അത്രയും സാഹിത്യക്കണ്ടെന്ന് ഉദ്ദേശിച്ചുള്ളൂ. നാട്ടിലിങ്ങനെ സാമ്പാർ കൂട്ട് കിട്ടും. അപ്പൊ അതിലെല്ലാം അയ്യോ ഇതാണ് മമ്മയുടെ ഓണം. ഓക്കെ എല്ലാവരും കൂടി നമ്മളെല്ലാ ഐറ്റംസും ഷെയർ ചെയ്ത് സാമ്പാർ എല്ലാവരും കൂടുതൽ സാമ്പാറാണോ ഓണം? ആ ശരിയാ. ഓ വാ എന്റെ മമ്മി പറഞ്ഞനുസരിച്ച് എല്ലാവരും കൂടുന്ന സാമ്പാറാണ് ഓണം. ലേ സോ കൺഫ്യൂസ് റൈറ്റ് നൗ. ലേനോക്ക് ഇതെന്തോടെ സംഭവിക്കാം? ആന്റിനെ പറയൂ. ആന്റി പറയൂ, ആന്റിയുടെ ഓണം പറയൂ. എന്റെ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ പറഞ്ഞത് ഒരുപാട് പച്ചക്കറികൾ പല കളർ കറി കൂട്ടാനുള്ള ഒരു അവസരമാണ് ഓണം. ഇതുപോലെ ചേച്ചി പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ച് ഓടുന്നത് തല്ലിടുന്നു ബഹളം വയ്ക്കുന്നു. സാമ്പാർ ആശംസകൾ പറയാം. അത്രക്ക് വേണ്ടായിരുന്നു. അതാണ് ഓണം. ഹായ് അനിറ്റ്. ഹായ് അനിറ്റ്. Taras is like in deep thought. Happy Onam dance. ഈ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടിൽ ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഓണപരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എല്ലാവരും സദ്യയൊക്കെ കഴിച്ച് ഡാൻസും പരിപാടികളും എല്ലാം കണ്ടിട്ട് അങ്ങനെ ഓണം അവിടെ സെലിബ്രേറ്റ് ചെയ്തു. ദ നെക്സ്റ്റ് ഡേ വാസ് ദ ആക്ച്വൽ ഓണം. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ റിലേറ്റീവ്സിന് വരാൻ പറ്റുന്ന എല്ലാവരും വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. പപ്പടം ഹാഫ് മൂണാണ്. കറികളൊക്കെ എടുത്തോന്നോ നോക്കിട്ട് ആദ്യം. ആ പറയൂ. നിങ്ങള് ഓണത്തെ പറ്റി പറഞ്ഞില്ല. ഇപ്രാവശ്യത്തെ ഓണം അടിപൊളി ഓണമായിരുന്നു. പ്രത്യേകിച്ച് അസോസിയേഷൻ ഓണങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞു. വീട്ടിലെ ഓണം 10-22 കൂട്ടം ഇതൊക്കെ ഹോം മെയ്ഡ് സാധനങ്ങളാണ്. പുറത്ത് വാങ്ങിച്ചതല്ല. പൂക്കളം പുറത്തുണ്ടായിരുന്നു. മഴയത്ത് നനഞ്ഞു പോയി. ഞാനാണ് പൂക്കളം ഇട്ടത്. എന്റെ പൂക്കളത്ത് പൂച്ചക്ക് ഞാൻ മഴ കൊള്ളാണ്ട് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം എവരിബഡി. ഇന്നാണ് ദ ആക്ച്വൽ ഓണം ഡേ ആസ് വെൽ. നിങ്ങളുടെ പഴയകാല ഓണം അവിടെ സാമ്പാർ ഓണാക്കി. എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ച് വരുന്നല്ലേ ഓണം. അവിടെ സാമ്പാർ ഓണാക്കി. ഇവിടെ ഓണത്തിന്റെ വൈബ് ഇവിടെ കിട്ടൂല. എങ്ങനെയായാലും നമ്മളിവിടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാണ്. നമ്മളെ ഓണം എല്ലാരും കൂടി ഒത്തൊരുമിച്ച് കുറെ പരിപാടികൾ ചെയ്യുന്നു. നമുക്ക് വെക്കേഷൻ അങ്ങനെയൊക്കെ. ഇവിടെ ഒന്നുമില്ല. നോർമൽ വർക്കിംഗ് ഡേ അല്ലെങ്കിൽ ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ നോർമൽ വർക്കിംഗ് ഡേയിലൊക്കെ ആയിരിക്കും ഓണം. ഈ ഒരു ദിവസം എല്ലാവരും ഓർക്കും. അപ്പൊ അത് മഹാബലിയാണ്. മഹാബലിയോടും വാമനോടും. വാമനൻ ചവിട്ടി താത്തിക്കൊണ്ടാണ് ഇങ്ങനെ ദിവസം മഹാബലിക്ക് വന്ന് നമ്മളെ കാണാൻ പറ്റി ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അവിടെ ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. പിന്നെ പച്ചടി, 2-3 കൂട്ടം സാമ്പാർ, എല്ലാ അച്ചാറും. പിന്നെ ഹാപ്പി ഓണം പറയൂ. പഴം കൊണ്ടെടുക്കാട്. നോ ക്ഷമിച്ചു. ഫുഡ് കഴിക്കുന്നത് നോ യു ഗോണ സർവ് us now. ഡോണ മാത്രല്ല ഇപ്പൊ ഫുഡ് കഴിച്ച എല്ലാവരും നിന്റെ സെൽഫ് സർവീസ് ചെയ്യണവരല്ലോ പറഞ്ഞത്. ഫുഡ് സെർവ് ചെയ്യാനാ. ഞങ്ങള് നാട്ടില് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. വേണ്ടിയിട്ട് ഓണമലകൾ
സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല ഇങ്ങനെ വെച്ചേക്കാൻ ഇനി എല്ലാം തിന്നീർത്തോളാനാണ് സൗമിനി ആന്റി പറഞ്ഞേക്കുന്നത്. ഒരു പ്രാവശ്യം ഇരിക്കാനുണ്ട്. ശരി. അയ്യോ ഒരു പ്രാവശ്യം കൊണ്ട് ആരാ ഇരിക്കാനുള്ളത്? I hope everyone had a really good ഓണം. ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒരുമിച്ചിരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് പഴയ ഓണത്തിൻ്റെ കാര്യങ്ങളും വീട്ടുവിശേഷങ്ങളും എല്ലാം പറഞ്ഞിരുന്നു. ആൻഡ് ഞങ്ങൾ 2ാം സെറ്റ് ഇരിക്കാനാണ് ഈ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും ഫുഡ് കഴിക്കൽ പരിപാടികളോട് അവസാനിക്കുകയാണ്. After having such a delicious sadhya, we were all so full. We watched a little bit of a movie, relaxed. Now we are just back home. That's why you can see this background. This is our Kutti Little Onam. I hope you guys enjoyed it. So I've added a little bit of the clips that I've taken from our association program, and also the clip with the family, everyone getting together, having the Onam Sadhya. It's the first time I think in a long time we are celebrating Onam on the actual Onam day. So I hope you guys had a fab Onam, and thank you for watching this vlog. And if you haven't subscribed to my channel, please subscribe. I'll see you guys next time.